എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തും അതായത് കരളിൻ്റെ ആരോഗ്യവും നമ്മുടെ ലിബിഡോ അതായത് സെക്ഷൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകളിൽ എന്തുകൊണ്ടാണ് സെക്സിന് താല്പര്യം കുറയുന്നത് എന്നും അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം നമ്മുടെ ഹോർമോണുകളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പലപ്പോഴും ഈ സെക്ഷൽ മെഡിസിൻസിലുള്ള വീഡിയോസ് ചെയ്യുമ്പം ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ മറ്റൊരു അവയവം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ സെക്ഷൽ പാർട്സ്. അപ്പോൾ അതിനുണ്ടാവുന്ന പല അസുഖങ്ങളും അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് പലർക്കും അറിയാതിരിക്കുകയും അതുപോലെ തന്നെ ഇത് പുറത്ത് പറയുന്ന ഒരു ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇത് ഹൈഡ് ചെയ്യുകയും പലപ്പോഴും അത് ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് ആവുകയും അതുപോലെ തന്നെ പല ചീറ്റിങ്ങിലേക്ക് എത്താറുമുണ്ട്. പലപ്പോഴും പല ലേപനങ്ങളും പല സാധനങ്ങളൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്ഷൽ ഹെൽത്തും നമ്മുടെ ലിവറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫാറ്റി ലിവറുള്ള ആളുകളിൽ എന്തുകൊണ്ടാണ് ഉദാഹരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ഡിസൈഴ്സ് ഒക്കെ കുറയുന്നത് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താമെന്നും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും ഹോർമോണുകളും തമ്മിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം, മരുന്നുകളില്ലാതെ തന്നെ ഈ സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നതാണ്. പലപ്പോഴും ഈ സെക്ഷൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പം, അതായത് ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോർമോണുകളൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോർമോൺസ് ഒക്കെ നോർമലാണ്, പക്ഷേ ആൾക്ക് ഭയങ്കര ക്ഷീണം, അതുപോലെ തന്നെ വിചാരിച്ച സമയത്ത് ഉദാഹരണം കിട്ടാത്ത അവസ്ഥ, ഇത്തരത്തിലൊക്കെ ഉണ്ടാവുക. ഭയങ്കര അമിതമായിട്ടുള്ള ക്ഷീണം, എന്ത് ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കത് ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ, അതുതന്നെ സ്റ്റൊമക്കിലൊക്കെ ചെറിയൊരു ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുക എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നം ചിലപ്പോൾ അത് കരളിലായിരിക്കാം. അതായത് നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ള ഒരു കണ്ടീഷൻസ് മൂലവും ഇത്തരത്തിൽ വരാം. ഇനി നമുക്ക് ഈ കരളിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കരൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രധാനമാണ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ കരൾ എന്ന് പറയുമ്പോൾ ഒരു ദഹന പ്രക്രിയയെ മാത്രമാണ് നമ്മൾ കരുതാറുള്ളത്. ദഹനത്തിന് വേണ്ടിയിട്ടുള്ള എൻസൈംസും ഫിൽട്ടറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കരൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരൾ എന്നുള്ളത് നമ്മുടെ ഹോർമോൺസുകളിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു അവയവം കൂടിയാണ് കരൾ. അപ്പോൾ ഈ കരളിൻ്റെ പ്രവർത്തനത്തിലുണ്ടാവുന്ന വ്യത്യാസം, അതായത് ഫാറ്റി ലിവർ, കൊഴുപ്പടിയ എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കരളിനകത്ത് ഈ ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കരളിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഉണ്ടാവുക. കരളിൻ്റെ പ്രധാന പ്രവർത്തനം നമുക്ക് ഊർജ്ജം നൽകുക, അതുപോലെ തന്നെ ഹോർമോണുകൾ ബാലൻസ് ചെയ്യുക, ഈസ്ട്രോജനിനെ സന്തുലനം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നിയന്ത്രിക്കുക, ഇൻസുലിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക, അതായത് പ്രമേഹത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. അപ്പോൾ കരളിനകത്ത് അമിതമായിട്ട് കൊഴുപ്പടിയുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ആകെ താളം തെറ്റും. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉണ്ടായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഫാറ്റി ലിവർ ഉണ്ടാവുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ബാലൻസ് അളവിൽ വ്യത്യാസം വരികയും ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ ലെവലിൽ കൂടുതലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്ടാവുക വെച്ചാൽ ഉദാഹരണ പ്രശ്നങ്ങളുണ്ടാവും. മോർണിംഗ് ഇറക്ഷൻസ്, അവർക്ക് രാവിലെയുള്ള ഉദാഹരണം നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും ചില ആളുകളിലൊക്കെ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ മോർണിംഗ് ഇറക്ഷൻസ് കുറവാണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ചെക്ക് ചെയ്തിട്ട് വരാൻ. അപ്പം അതും ഈ ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫാറ്റി ലിവറുള്ള ആളുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഈ ടെസ്റ്റോസ്റ്റിറോണിൽ ഇംബാലൻസ് ഉണ്ടാവും. അതായത് ടോട്ടൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുകയും ഫ്രീ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവും കുറയും. അതുമൂലം തന്നെ ആളുകളിൽ എന്താ വെച്ചാൽ സെക്ഷൽ ഡിസയർ കുറയും, ആഗ്രഹം ഇല്ലാതെയാവും, സെക്സിനോടൊരു താല്പര്യം ഇല്ലായ്മയാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉദാഹരണ കുറവുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മോർണിംഗ് സമയത്തുള്ള ഇറക്ഷൻസും അവരിൽ കുറയും. ഈ മോർണിംഗ് സമയങ്ങളിലാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഏറ്റവും നല്ല പീക്ക് ലെവലിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഫാറ്റി ലിവറിലുള്ള ആളുകളിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവലും നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് മൂലം തന്നെയാണ് ഉദാഹരണ പ്രശ്നങ്ങളും കൂടുതലായിട്ടുണ്ടാവുക.
ഇനി ഫാറ്റി ലിവറുള്ള സ്ത്രീകളിലാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരിലും അതുപോലെ തന്നെ സെക്ഷൽ ഡിസയർ നല്ല രീതിയിൽ കുറയും. ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്ത്രീകളിലും. അതുപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണും കൂടെ കൂടുതലാവും. അതുമൂലം തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിയുന്ന ഒരു ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ഈസ്ട്രജൻ കൂടുന്നത് മൂലം നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര മനോവിഷമം ഉണ്ടാവുക, അതുപോലെ തന്നെ സെക്സിന് ഇൻട്രസ്റ്റ് കുറയുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഫാറ്റി ലിവർ മൂലമാണ് കൂടുതലായിട്ട് കാണുക. കരളിൽ കൊഴുപ്പടിയുന്നത് മൂലമാണ് ഉണ്ടാവാറുള്ളത്. അപ്പം കരളിൽ കൊഴുപ്പടിയുന്നത് മൂലം തന്നെ ആദ്യം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും, ഈസ്ട്രജൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അമിതമായിട്ട് വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിയെ കൊടവയർ വരിക എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഫാറ്റി ലിവർ മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയെന്ന്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിൽ രക്തോട്ടം കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ പെനിസിലേക്കുള്ള, അതായത് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കാനും കാരണമാവും. അപ്പോൾ ഫാറ്റി ലിവർ മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം തന്നെ രക്തോട്ടം കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമൂലം തന്നെ അവരിൽ ഉറക്കക്കുറവ് ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, ലിബിഡോ അതായത് സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രശ്നം ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു സമ്മർദ്ദമാണ്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞ് കൊടവയറൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ് ഇഷ്യൂസുകളൊക്കെ മാനസികമായിട്ടുള്ള നല്ല സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഫാറ്റി ലിവർ മൂലം തന്നെ നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് ആണ്. ഇനി എപ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളിതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക, അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഫീൽ ചെയ്യുക, നമ്മുടെ വയറിന് ചുറ്റും നന്നായിട്ട് കൊഴുപ്പ് ഫീൽ ചെയ്യുക, സെക്സിനോട് ആഗ്രഹമില്ലാത്തൊരവസ്ഥ തോന്നുക, ഉദാഹരണ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുക, പ്രമേഹത്തിന് സാധ്യത കൂടുക എന്നീ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പരിശോധനകൾ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കാറുള്ളത് ലിവറിൻ്റെ സ്കാനാണ്. അബ്ഡോമിനൽ പെൽവിസ് സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവർ എൻസൈംസ് LFT എന്ന് പറയുന്ന ലിവർ എൻസൈംസുകൾ നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ അതിനകത്തൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും ഇത്തരത്തിൽ ഫാറ്റി ലിവർ മൂലമായിരിക്കാം എനിക്ക് ഈ ഒരു ഇഷ്യൂസുകൾ വരുന്നത് എന്ന്. ഇനി ഇത്തരത്തിൽ നമുക്ക് ലക്ഷണങ്ങളൊക്കെ കാണാണ് ഫാറ്റി ലിവറിൻ്റെ ഫസ്റ്റ് ഗ്രേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിവർ എപ്പോഴും റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ആ ഒരു റുട്ടീൻസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയും ഹോർമോൺസുകളൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മുടെ ലിവർ നോർമൽ കണ്ടീഷനിലേക്ക് വരികയും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വിത്തൗട്ട് മെഡിസിൻ തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധ്യവും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളത്. അത് തന്നെ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നല്ല രീതിയിൽ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക. 5 മുതൽ 10% വരെ നമ്മുടെ ഭാരം നല്ല രീതിയിൽ നിയന്ത്രിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. മദ്യം, പുകവലി പോലെയുള്ള കാര്യങ്ങളെല്ലാം, ലഹരി പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കുക. ഉറക്കം നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. 7 മുതൽ 8 മണിക്കൂർ വരെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ്, പഞ്ചസാര, മൈദ പോലെയുള്ള കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ഫാറ്റി ലിവറിനെ നമുക്ക് നോർമലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഹോർമോൺസിൻ്റെ ഇഷ്യൂസുകളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധ്യമാവും. അതുമൂലം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധ്യമാവും. ഇനി ഇത്തരത്തിലുള്ള ഈ നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടും കാരണം നമ്മുടെ സെക്സുമായിട്ടുള്ള ഡിസയറൊക്കെ കുറയുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. നമുക്ക് എഗ്ഗ് കഴിക്കാം. 1 മുതൽ ഒരു 2 എഗ്ഗ് വരെ. നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നട്ട്സിനകത്ത് തന്നെ നമ്മുടെ വാൾനട്ട് പോലെയുള്ളവ, അതുപോലെ തന്നെ പംകിൻ സീഡ്, അതിനകത്തൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉദാഹരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മറ്റൊന്ന് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ചെറു മത്സ്യങ്ങൾ, മത്തി, ചാള, സാർഡിൻ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ചെറുപയർ, കടല, തുവര തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമ്മുടെ കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ, ബ്രൊക്കോളി, കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ നമ്മുടെ ഈസ്ട്രോജനെ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ
ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. നട്ട്സുകൾ ആദ്യം പറയേണ്ടായി. അതിനകത്ത് തന്നെ പംകിൻസ്, നട്ട്സ്, വാൾനട്ട് പോലെയുള്ള നട്ട്സുകൾ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. മറ്റൊന്ന് നമ്മുടെ കരളിനെ ഡിറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഡ്രിങ്കുകളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന ചില ഡ്രിങ്ക്സുകൾ. അവ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നല്ല രീതിയിലാക്കാനും ഫാറ്റി ലിവറിൻ്റെ തോത് നല്ല രീതിയിൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഫാറ്റി ലിവർ നോർമൽ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസുകൾ ക്ലിയർ ചെയ്യുകയും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നോർമൽ ആവുകയും ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം എക്സസൈസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഉറക്കം നന്നായിട്ട് മോണിറ്റർ ചെയ്യുക. ഇനി ഈ ഡ്രിങ്ക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ നീരും 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുക. വിത്തൗട്ട് ഷുഗർ കഴിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്ന മറ്റൊരു ഡ്രിങ്കാണ് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അത് നമ്മുടെ ഈ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ഡയറ്റുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ സെക്ഷൽ ഡിസയേഴ്സ് കുറയുന്നത് നമ്മുടെ ഏജിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഫാറ്റി ലിവറിനും അതുപോലെ തന്നെ കരളിന് ഉണ്ടാകുന്ന ആരോഗ്യത്തിലൊക്കെ ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺസുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. മറ്റു മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.